മോഹൻ വർഗീസ്, എന്താണ് മഹാരാഷ്ട്ര നൽകുന്ന പാഠം? ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ മഹാവികാസ് അഘാഡി ഉന്നയിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തി വോട്ടിംഗ് മെഷീൻ മുതൽ വോട്ടുകൾ എണ്ണാതെ മാറ്റിവെച്ചു, കൂടുതൽ എണ്ണി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തുകൊണ്ടുള്ള ഒരു പാഠമുണ്ടല്ലോ, അതാർക്കാണ് കൂടുതൽ പാഠമാകേണ്ടത്? നമ്മളിവിടെ ശ്രീ മഞ്ജുഷ് പൂർണ്ണമായി ഈ കോൺസ്പിറസി തിയറീസിനെ എല്ലാം മാറ്റിവെച്ച് മാത്രമേ ഫലം നമുക്ക് മുമ്പിലുള്ള നമ്പേഴ്സിനെ അവലോകനം ചെയ്യാനാവൂ. ഒരു പക്ഷേ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് നടത്തി എന്ന ആരോപണം ഉണ്ടായേക്കാം. അത് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ അനാവശ്യമായ ഇടപെടലുകൾ നടത്തി എന്ന ആരോപണം ഉണ്ടായേക്കാം. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്നാലും നമ്മുടെ മുമ്പിലുള്ള ഫലം ഞെട്ടിക്കുന്നതിനെയാണ്. ഷോക്കിംഗ് എന്ന് പറഞ്ഞാൽ പോരാ, ഷെൽ ഷോക്ക്ഡ് ആണ് ഓപ്പോസിഷൻ. എവിടെയാണ് പിഴച്ചതെന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡി. ഇവിടെ പൊതുവെ ലഭിച്ച ഒരു സൂചന, മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷം കൺസോളിഡേറ്റഡ് ആണ്. അവിടെ മൂന്ന് പ്രധാന കക്ഷികളുണ്ട്. കോൺഗ്രസ് പാർട്ടി, ഷിൻഡെ ഉദ്ധവ് താക്കറെയുടെ ശിവസേന, അതുപോലെ 83 വയസ്സുള്ള രാഷ്ട്രീയത്തിൻ്റെ അധികായനായ ശരത് പവാറിൻ്റെ NCP. ഈ മൂന്ന് കക്ഷികൾക്കും അവരവരുടേതായ തട്ടകങ്ങളിൽ ബലവുമുണ്ട്. ഈ മൂന്ന് കക്ഷികൾ തമ്മിൽ ഒരു രീതിയിലുള്ള സീറ്റ് ഷെയറിംഗ് ഫോർമുല സാമാന്യം വിജയകരമായി വലിയ പൊട്ടിത്തെറിയൊന്നും ഇല്ലാതെ തന്നെ പൂർത്തിയാക്കാനും കഴിഞ്ഞു. അപ്പോൾ അവിടെ അത് മാത്രമല്ല, ദേ ഹാവ് എ വിക്ടറി, ഹ്യൂജ് വിക്ടറി അണ്ടർ ദ ബെൽറ്റ്. കേവലം 4 മാസം മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയം, 48-ൽ 31 സീറ്റുകളെന്ന മിന്നുന്ന വിജയം അവരുടെ കീശയിലുണ്ട് താനും. അപ്പോൾ പിന്നെ സ്വാഭാവികമായി 153 മണ്ഡലങ്ങളിൽ വിജയിച്ചു നിന്ന, അതായത് 288 മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 153 നിയമസഭാ സെഗ്മെന്റിൽ മുന്നിട്ട് നിന്ന മഹാവികാസ് അഘാഡി എങ്ങനെയാണ് 55 സീറ്റിലേക്ക് ചുരുങ്ങുന്നത് കേവലം 4 മാസത്തിനുള്ളിൽ? 53 സീറ്റുകൾ, 2 സ്വതന്ത്ര 53 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്നത് എങ്ങനെയാണ്? ഇതൊരു വലിയൊരു ചോദ്യചിഹ്നമായി അവരുടെ മുമ്പിൽ. അതിനൊരു ന്യായമായ ഉത്തരം പോലും കണ്ടെത്താനാവാത്ത രീതിയിൽ നീങ്ങുകയാണ്. ഇനി പരാജയത്തിന്റെ കാരണം കണ്ടെത്തുന്നതിന്റെ മറുവഴിയാണ് വിജയത്തിന്റെ സൂത്രവാക്യം, ഫോർമുല കണ്ടെത്തുന്നത്. നോക്കൂ, നമ്മൾ പറയും ഭരണവിരുദ്ധ വികാരം. ഈ ഭരണവിരുദ്ധ വികാരമാണ് എപ്പോഴും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം. പക്ഷേ ഒരുപക്ഷെ പേടിക്കേണ്ടത് മഹാരാഷ്ട്രയും ഹരിയാനയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പേടിക്കേണ്ടത് ഭരണവിരുദ്ധ വികാരത്തെ അല്ല, ഭരണത്തെ തന്നെയാണ്. ഭരണത്തിൻ്റെ, അതായത് ഇൻകംബൻസിയുടെ അനന്തമായ സാധ്യതകൾ സമജ്ഞമായി പ്രയോജനപ്പെടുത്തി മഹായുതി സഖ്യം ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. അവർ കേവലം ക്ഷേമ പദ്ധതികൾ കൊണ്ടും ഇങ്ങനെ ഒരു വിജയം കൈവരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് പലയിടത്തു നിന്നും വരുന്നത്. അത് തന്നെയാണ് മഹാവികാസ് അഘാഡി ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് പറയുവാനുള്ള കാരണവും. കാരണം അവർക്ക് കൂടുതലായിട്ട് ഇപ്പോൾ സിബി സത്തിന് അത് ഈ ഗ്രൗണ്ട് ലെവലിൽ കൂടുതൽ അറിയാവുന്നതാണ്. സിബി അത്